ഹലോ ഗായ്സ്, എന്നോട് പല ആൾക്കാരും ചോദിച്ചായിരുന്നു, അനക്കെന്താണ് കപ്പലിൽ പണി. കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് തള്ളണ പണിയാണോ, കപ്പലിൽ നിന്ന് പോയാൽ ഇറങ്ങിയിട്ട് തള്ളുന്ന പണിയാണോ, അതോ ഐസിന് പെയിൻ്റ് അടിക്കുന്ന പണിയാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. കുറേ ആൾക്കാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരാളല്ല. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു പണി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ പണി നമ്മളെ നാട്ടിലൊക്കെ നമ്മളിവിടെ എക്സ്റ്റൻസിൽ എന്നൊക്കെ പറയും. അവിടെ എന്ത് പറയുന്നു അല്ലാഹുവല്ലോ, പടച്ചോൻക്കറിയാം. ഇതിങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഓഫീസർ തരും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ട് ഇരുന്ന് ഇതിനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കണം. ദിസ് ഈസ് കൺഫൈൻഡ് സ്പേസ്. ഇങ്ങനെയൊക്കെ കൺഫൈൻഡ് സ്പേസ്. ഇങ്ങനെ ശരി റെഡി ആകില്ലല്ലോ, തല തിരിഞ്ഞു പോയോ? കൺഫൈൻഡ് സ്പേസ്, ഇതിനാണ് കൺഫൈൻഡ് സ്പേസ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് കട്ട് ചെയ്തിട്ട്, ഇന്നിൻ്റെ ഡ്യൂട്ടിൻ്റെ സമയമാണ്. അപ്പോൾ ഒരു ഭാഗത്തിരുന്നിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് നാളെ രാവിലെ ഓഫീസറിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസർ എന്നിട്ട് ഇത് എവിടേക്കാണ് ഇത് ചെയ്യേണ്ടത്, നമ്മൾ പേര് എഴുതാനുള്ള സംഭവം, അത് ഓരോ സ്ഥലത്ത് ഓരോ ലൊക്കേഷനിൽ. അപ്പോൾ എവിടേക്കാണ് ഇത് പേര് എഴുതേണ്ടത് എന്നൊക്കെ നാളെ പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അതും ഭയങ്കര ചെറിയ സാധനം കേട്ടോ, ചെറിയ കുഞ്ഞി സാധനമാണ്. ഇത് കുറച്ച് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈയൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊക്കെ മൊത്തത്തിൽ അലമ്പായി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ലതുപോലെ സമാധാനത്തോടെ ഇരുന്നിട്ട് കട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. പിന്നെ ഇന്ന് വേറെയും കുറച്ച് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. IMO എന്ന് പറയും, IMO സൈൻ എന്ന് പറയും, ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ IMO കോഡുകൾ. ഇതിലൊരു കോഡാണ് ഇതുപോലെ പല കോഡുകളും ഉണ്ട് കണ്ട. അപ്പോൾ ഇതൊക്കെ ഓരോ ലൊക്കേഷനിലും